ഇവനുമായിട്ടുള്ള തന്റെ മകളുടെ വിവാഹം കഴിയുന്നതോടെ തന്റെ എല്ലാ ടെൻഷനും മാറും. ഇത് എന്റെ വാക്കാടോ. ഞങ്ങൾ ഇറങ്ങട്ടേടോ. ശരി, എന്നാ അങ്ങളെ ഞാൻ ഇറങ്ങുക. പോയിട്ടോ. പ്രതികെ ബൈ. താൻ വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടേടോ. ശരി. പ്രതാപേട്ട, ഇതെന്താ? ഇത് ഉറപ്പിച്ച മട്ടിലാണല്ലോ അയാളുടെ സംസാരം. എനിക്കറിയില്ല യാമിനി. സാഗരാജൻ പറഞ്ഞതുപോലെ ഇനി ഈ വിവാഹമാണ് ഋതികയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്നാണ് തീരുമാനമെങ്കിൽ അതൊരിക്കലും തടയാനാവില്ലല്ലോ. ദീപക്കുമായി നടക്കേണ്ടിയിരുന്ന എന്റെ വിവാഹം രാജു മുടക്കുമെന്ന് ഞാൻ അറിഞ്ഞപ്പോ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ പുതിയ പ്രശ്നങ്ങളിലേക്ക് എന്റെ ജീവിതം വലിച്ചഴിക്കപ്പെടുകയാണല്ലോ ദൈവമേ. യാമിനി, ഋതിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ശരി പ്രതാപേട്ട. മോളെ വാ. ഹലോ ഐശ്വര്യ. ആ രാജു, എന്തൊക്കെയാ അവിടുത്തെ കാര്യങ്ങള്? ഋതിക മാഡത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായോ? പരിഹാരമായെന്ന് പറയാം ഐശ്വര്യ. ദീപക്കായിട്ടുള്ള വിവാഹം മുടങ്ങി. ഐശ്വര്യ ചെയ്തെന്ന ഉപകാരത്തിന് നന്ദി പറയാനാണ് ഞാൻ വിളിച്ച. അംബിക മാഡം ഐശ്വര്യയുടെ മുഖത്തടിച്ചെന്ന് യാമിനി മാഡം എന്നോട് പറഞ്ഞു. ഞാൻ കാരണം കിട്ടിയത് നല്ലൊരു അടി തന്നെയായിരുന്നു. വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു പാവം പെൺകുട്ടിയെ ആ ദീപകിനെ പോലെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. അത് സാരമില്ല. ഋതിക മാഡത്തിന് വേണ്ടി ഈ വേദന ഞാൻ സഹിച്ചോളാം. അംബിക മാഡം എന്റെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അതിനി ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അംബിക മാഡം വന്നില്ലെങ്കിൽ എന്താ, എനിക്കറിയാവുന്ന എല്ലാവരെയും ഞാൻ ഐശ്വര്യയുടെ അടുത്ത് പറഞ്ഞുവിടാം. ഋതിക മാഡത്തിന്റെ മുഖത്തെ പാട് മാറുമല്ലോ. അത് മാറാനുള്ള ക്രീം ഞാൻ ഋതിക മാഡത്തിന് കൊടുത്തിരുന്നല്ലോ. ഓ, താങ്ക് യു സോ മച്ച്. നന്ദി വാക്കിന്റെ ആവശ്യമൊന്നുമില്ല രാജു. പിന്നെ എന്റെ പേര് വർമ്മ സാറിന്റെ വീട്ടിൽ വെച്ച് ഒന്ന് സ്പോയിലായിട്ടുണ്ട്. അതിനു പകരം രാജു പറഞ്ഞതുപോലെ നല്ല കുറച്ച് ക്ലയൻസിനെ ഇങ്ങോട്ട് അയച്ചേക്ക്. ഓക്കെ ഐശ്വര്യ, ശരി, എനിക്ക് ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഐശ്വര്യ, നീ ഇത്രയും വലിയ ഉപകാരമൊക്കെ ചെയ്തിട്ട് ഒരു നന്ദി വാക്ക് മാത്രം കിട്ടിയാ മതിയോ? പിന്നെ നിനക്ക് കുറച്ച് ക്യാഷ് ചോദിക്കായിരുന്നു. എന്തിന്? എടി, ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുന്നത് പ്രതിഫലം പ്രതീക്ഷയുണ്ടാവരുത്. ഋതിക മാഡത്തെ പോലെ നിഷ്കളങ്കയായ ഒരു പാവം പെൺകുട്ടിയെ സഹായിച്ച പുണ്യം കിട്ടും. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മാഡം, ഞാൻ രാജുള്ളിനോട് സംസാരിച്ചിരുന്നു. ദീപക്കുമായിട്ടുള്ള വിവാഹം എങ്ങനെങ്കിലും മുടക്കാന്നാ പറയുന്നത്. ഋതിക മാഡം തൽക്കാലത്തേക്കൊന്ന് ആശ്വസിച്ചോ. കാരണം അളിയ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കും. രാജു ദീപക്കുമായുള്ള എന്റെ വിവാഹം മുടക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാടങ്ങ് സന്തോഷിച്ചു. എന്നെ ചതിച്ചല്ലടി. ദീപകേ, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഋതിക എവിടെ? ഋതികയല്ല, ദിവ്യ. രാജു പറഞ്ഞതുപോലെ തന്നെ വിവാഹം മുടക്കി. വർമ്മേ, എന്റെ അനിയന്റെ മകൻ റോഹന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തനിക്ക് സമ്മതമാണോ? പക്ഷെ അതിന്റെ ഇടയിലേക്ക് ആ ചെക്കൻ കയറി വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. സാഗരാജൻ പറഞ്ഞതുപോലെ ഇനി ഈ വിവാഹമാണ് ഋതികയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്നാണ് തീരുമാനമെങ്കിൽ അതൊരിക്കലും തടയാനാവില്ലല്ലോ.
ഇങ്ങനെ ഓരോ ആലോചനകളും എനിക്ക് വരുമ്പോഴും അച്ഛൻ ഇങ്ങനെ ഇടം വരെ നോക്കാതെ എല്ലാത്തിനും ഇങ്ങനെ സമ്മതിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശരിയാ, റോഹൻ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഫാമിലിയിലുള്ളതാ. ചിലപ്പോ നല്ല ക്യാരക്ടറുള്ള ആളായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞു എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ എന്റെ സമ്മതമില്ലാതെ അച്ഛൻ വിവാഹം തീരുമാനിക്കുന്നത് ശരിയാണോ? ഇതെന്തൊരു കഷ്ട. അച്ഛൻ എന്റെ ഇഷ്ടം എന്താ ചോദിക്കാത്ത? അച്ഛനെന്താ എനിക്ക് റോഹനെ ഇഷ്ടമായോ എന്ന് ചോദിക്കാത്ത? ഋതുമോളെ, മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ചെറിയമ്മേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. എല്ലാരും പോയല്ലേ? എല്ലാരും പോയി തുടങ്ങി മോളെ. രാധമയും വേണുവങ്ങളും ഒക്കെ പോയോ? അവരും പോയി. അവരെന്നോട് യാത്ര പോലും പറയാതെ പോയത്. മോളെ ഒന്ന് ഫേസ് ചെയ്യാനും ആശ്വസിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവര്. മോൾ അതോർത്ത് വിഷമിക്കണ്ട. അല്ലെങ്കിലും അവരെ ഓർത്ത് വിഷമിക്കാനും സന്തോഷിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല ചെറിയമ്മേ. ഞാൻ ഈ ലോകത്ത് കുറച്ചെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചത് രാജുവിന്റെ വീട്ടിലായിരുന്നപ്പോഴാ. ആ സമാധാനവും സന്തോഷമൊക്കെ എനിക്കിപ്പോ പോയി. ഇപ്പൊ അവരും എന്നെ ഒരു അന്യെ പോലെ കാണുന്നു. ഇതെന്താ ചെറിയമ്മേ എന്റെ ജീവിതം ഇങ്ങനെ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചെറിയമ്മയും കണ്ടതല്ലേ? എന്താ എനിക്ക് മാത്രം ഇങ്ങനൊരവസ്ഥ? ആരാ ചെക്കൻ? എനിക്ക് പരിചയം പോലും ഇല്ല അവന്. അവന് വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെ ചെറിയമ്മ? ചെറിയമ്മയ്ക്കറിയാലോ എന്റെ മനസ്സ് മുഴുവൻ രാജുവാ. രാജുവായിട്ടുള്ള എന്റെ വിവാഹം നടക്കോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇതാര ഇപ്പൊ പുതിയൊരാള്? അച്ഛൻ എന്തിനാ ഇങ്ങനെ വരുന്ന പ്രപ്പോസൽസ് എല്ലാം ഇങ്ങനെ അംഗീകരിക്കുന്നത്? മോളെ, അതിന് പ്രതാപേട്ടന് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. മോളുടെ അച്ഛന്റെ മനസ്സിൽ ഒന്നുമില്ല. മോളുടെ ജീവിതം നന്നാവണമെന്ന് മാത്രമേ മോളുടെ അച്ഛനുള്ളൂ. അതുകൊണ്ടാ പ്രതാപേട്ടൻ. എന്റെ ജീവിതം നന്നാവണമെങ്കിൽ എന്റെ അച്ഛന്റെ കൂടെ ഈ വീട്ടിൽ നിന്നാ പോരെ? എന്നെ എന്തിനാ വിവാഹം കഴിപ്പിച്ച് വിടാനായിട്ട് എല്ലാരും ധൃതി കാണിക്കുന്നെ? അങ്ങനെയല്ല മോളെ. പെൺകുട്ടികളുടെ വിവാഹം 1-2 തവണ മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വിവാഹം നീട്ടിക്കൊണ്ടുപോയാ പിന്നെ നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കും പ്രതാപേട്ടൻ. ചെറിയമ്മയും കൂടി അച്ഛനെങ്ങനെ ന്യായീകരിക്കല്ലേ? മോൾക്ക് അച്ഛനോട് ദേഷ്യ? അച്ഛനോട് ദേഷ്യം തോന്നാനോ? എനിക്കോ? എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യമില്ല ചെറിയമ്മ. പക്ഷെ എനിക്കെന്റെ വിധി ഓർത്തിട്ടാ എന്റെ വിഷമം. എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? മോള് വിഷമിക്കാതെ. മോള് ചെറിയമ്മ പറയുന്ന കേക്ക്. നമുക്ക് റൂമിലേക്ക് പോവാം. വാ. എന്തായി വേണു കേട്ടാ? ഋതിക മേഡത്തിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? വർമ്മ സാറിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നീ എന്തിനാ അതൊക്കെ അറിയണേ? അവന് വേണുവേട്ടൻ എന്തിനാ ചൂടാവുന്നേ? ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. നീ പോടാ പോടാ. അടി വന്നിടുവാടി. ആ
പ്രിയേ ആ നീ ഒരു കട്ടൻ കാപ്പി എടുത്തേ. ഓ നിങ്ങക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ വേണോട്ടാ. ഓ കഴിക്കാനൊന്നും വേണ്ട. ആ വേണോട്ടാ, എന്തായാലും ദീപക്കുമായിട്ടുള്ള ഋതിക മാഡത്തിന്റെ വിവാഹം നടന്നില്ലല്ലോ. നന്നായില്ലേ അത്? വിവാഹം നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്തടി കാര്യം? ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലേക്കല്ലേ ഋതിക മാഡം ചെന്നിരിക്കണത്. ഹാ, നമ്മുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അവർ ഋതിക മാഡത്തിനെ മനസ്സിലാക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. വേണോട്ടാ, അപ്പോ പുതിയൊരു പ്രശ്നത്തിലേക്കാണോ ഋതിക മോള് ചെന്ന് വീഴാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ. മന്ത്രിയുടെ അനിയന്റെ മകൻ കാഴ്ചയിൽ നല്ല പയ്യനാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കാഴ്ചയിൽ കാണാൻ കൊള്ളാവുന്നതെന്ന് വെച്ച് സ്വഭാവം നല്ലതാണോന്നുണ്ടോടി? ദീപക്കിനെ കാണാൻ എന്താ മോശ? എന്നിട്ട് അവന്റെ കയ്യിലിരിപ്പോ അങ്ങനെയുള്ള ഒരാളാണ് രോഹനെങ്കിൽ വീണ്ടും മാഡത്തിന്റെ ഭാവിയെ ബാധിക്കില്ലേ? എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല വേണോട്ടാ. മോളുടെ ഭാവി നന്നാവണം, മോള് സന്തോഷമായിട്ട് ജീവിക്കണം, അത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിയുടെ അനിയന്റെ മകൻ നല്ല ആളായിരുന്നാ മതിയായിരുന്നു ദൈവമേ. മാഡത്തിന്റെ ഭാവി നന്നാകണമെന്ന് തന്നെയല്ലേ എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ മകനെ കൊണ്ട് മാഡത്തെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ അത്രയും ശ്രമിച്ചത്. ആ എല്ലാം വെറുതെ ആയില്ലേ? എനിക്ക് തോന്നണില്ലടി, ആ ചെക്കന്റെ മുഖത്തെ എന്തോ ഒരു പന്തികേടുണ്ട്. എന്റെ മനസ്സിന് അങ്ങോട്ട് ഉറപ്പ് തന്നില്ല. അത് തന്നെയാ എനിക്കും പറയാനുള്ള. ആ ചെക്കന് എനിക്ക് തീരെ ഇഷ്ടമായില്ല. അവന്റെ ഉള്ളിലെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. അതേടി, വർമ്മ സാറിന് ഇത്രയും സാമ്പത്തിക നിലയും പേരും പെരുമയുള്ളത് തന്നെയാ സാറിന്റെ ഏറ്റവും വലിയ ശാപമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണ് സാറിന്റെ സ്വത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിലുമാ. അങ്ങനെ സാറിന്റെ സ്വത്തിനും രാഷ്ട്രീയ സ്ഥാനത്തിലും കയറുന്നു വെച്ച് ബലിയാടാവുന്നട്ടെ ഋതിക മാഡം. അംബിക മാഡത്തിന് ദീപക്കിന്റെ ഉദ്ദേശം എന്താ? വർമ്മ സാറിന്റെ സ്വത്തും പണവും തട്ടണം. അതിനു വേണ്ടിയിട്ടല്ലേ അവര് മാഡത്തിന്റെ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് ആ കുട്ടിയെ വിവാഹം കഴിച്ച് സ്വത്ത് തട്ടാനായിട്ട് സാറിനെ പറ്റിച്ച് സാറിന്റെ ഒപ്പം കൂടിയിരിക്കാ അവര്. എന്നാലും അച്ഛാ, ഋതികയോട് യാത്ര പറയാതെ ഇറങ്ങിയത് ശരിയായില്ല. പാവം, ആ കുട്ടി എന്ത് വിചാരിച്ചു കാണും? പിന്നെ യാത്ര പറയാൻ പറ്റിയ സാഹചര്യമല്ലേ അവിടെ ഉണ്ടായിരുന്നത്. ഒന്നും സംസാരിക്കാതെ പോകുന്നത് നന്നായി. എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ഋതിക മാഡത്തിന്റെ വിഷമം കൂടി കേൾക്കേണ്ടി വന്നേനെ. ആ പാവത്തിനെ ആശ്വസിപ്പിക്കാൻ നമ്മളല്ലാതെ ആരാ വേണോട്ടാ ഉള്ളത്? വേണോട്ടാ, ഞാനൊന്ന് ഫോൺ എടുത്ത് മോളെ വിളിക്കട്ടെ? വേണ്ടടി, ഋതിക മാഡത്തെ ഫോൺ ചെയ്യൊന്നും വേണ്ട. മാഡത്തിന്റെ മനസ്സൊന്ന് തണുത്തിട്ട് എന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. അപ്പൊ നമുക്ക് സംസാരിക്കാം. അതാ ശരി. അല്ല അച്ഛാ, വിവാഹത്തിന് വന്നവരൊക്കെ സദ്യ കഴിക്കാതെയല്ലേ പോയത്? അപ്പോ ആ സദ്യയൊക്കെ അവരെന്ത് ചെയ്ത് കാണും? സദ്യ അവിടെ അത്രയും പുകിലുണ്ടായിട്ട് മാഡത്തിന്റെ ജീവിതത്തിൽ പുതിയൊരാൾ വന്ന സാഹചര്യത്തില് നീ സദ്യയെ കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നത്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അച്ഛാ. ആ നിങ്ങളെന്താ എന്നോട് പറയാതെ വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്താ, നിന്നോട് അനുവാദം വാങ്ങിയിട്ടേ അവിടെ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂന്നുണ്ടോ? അച്ഛൻ ഇതുവരെ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ? എങ്ങനെ എന്റെ ദേഷ്യം മാറൂടാ? നിന്നെ പോലുള്ളവനാണ് എന്റെ മകനെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞ് അഹങ്കരിച്ചിട്ടുണ്ട്. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. പക്ഷേ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും
എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലടാ. അപ്പൊ എനിക്ക് ദേഷ്യം ഉണ്ടാവും. അച്ഛൻ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ അച്ഛൻ എന്നോട് ദേഷ്യം തോന്നുക. അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ച സത്യവും നീതിയും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിക്കുന്ന. അതച്ഛന് മനസ്സിലാവുമ്പോ അച്ഛന്റെ ദേഷ്യമൊക്കെ പൊക്കോളും. മക്കൾക്ക് പറഞ്ഞു കൊടുത്തതോർത്ത് ഒരച്ഛൻ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കൂടാ. നീ കണ്ടില്ലേ ഇന്ന് വർമ്മ സാറിന്റെ വീട്ടിൽ എന്താ നടന്നതെന്ന്? ഋതിക മാഡത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നു. അത് മുടങ്ങുന്നായിപ്പോ വേറെ എവിടെ നിന്നോ വന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സാർ സമ്മതിച്ചിരിക്കുന്നു. എന്തിനാടാ ആ പാവം പെൺകുട്ടിയെ എല്ലാവരും കൂടി ദ്രോഹിക്കുന്നത്? അച്ഛാ, ഋതിക മാഡം വർമ്മ സാറിന്റെ മകളാണ്. അപ്പൊ വർമ്മ സാറിന് മാഡത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ എവിടെ നിന്നോ വന്ന ചെറുക്കനൊന്നും അല്ല രോഹൻ. അവൻ ഈ കേരളം ഭരിക്കുന്ന ഒരു വകുപ്പ് മന്ത്രിയുടെ അനുജന്റെ മകനാ. അപ്പൊ ആ ബന്ധം ഋതിക മാഡത്തിന് നല്ലതാണെന്ന് വർമ്മ സാറിന് തോന്നിയിട്ടുണ്ടാവും. എന്റെ കാര്യത്തിന് തീരുമാനം എടുക്കാനും ആശങ്കപ്പെടാനും അച്ഛന് അവകാശം ഉള്ളതുപോലെ തന്നെ മാഡത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും ആശങ്കപ്പെടാനും സാറിന് അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നമ്മളൊന്നും ആരും അല്ലച്ചാ. എടാ, നിനക്കത് തോന്നണതാ. സാർ ഒരിക്കലും ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ പത്മാവതി മാഡത്തോടുള്ള ദേഷ്യവും വാശിയും കാണിച്ചതാ കുട്ടിയോടാ. ഇപ്പോ ആ കുട്ടിയോട് വർമ്മ സാറിന് സ്നേഹം തോന്നി തുടങ്ങിയപ്പോ എങ്ങനെയാ അത് പ്രകടിപ്പിക്കണ്ടേന്ന്, എന്താ ചെയ്യണ്ടേന്നും സാറിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ സ്നേഹം കൊണ്ട് അന്ധനായ വർമ്മ സാറ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണു. അതാ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അമ്മേ, ഈ അച്ഛൻ എന്താ അമ്മ ഈ പറയുന്നത്? അമ്മയ്ക്കെങ്കിലും അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? വർമ്മ സാറ് എത്ര വലിയ മനുഷ്യനാ. വർമ്മ സാറ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ലതിനു വേണ്ടിയായിരിക്കും. അത് മാഡത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പുണ്ടമ്മേ. അല്ല മോനെ, നീ ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്ക്. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. ഇനി അഥവാ ആ ചെക്കനെങ്ങാനും കുഴപ്പക്കാരനാണെങ്കിൽ വിഷമിക്കാൻ പോകുന്നത് പാവം ഋതിക മോളാവും. നിങ്ങൾ ഇങ്ങനെ പഴയ ആളുകളെ പോലെ നെഗറ്റീവ് അടിച്ചിരിക്കല്ലേ. നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇനി നിങ്ങളുടെ ആഗ്രഹം ഋതിക മാഡത്തിന് നല്ലത് പറഞ്ഞോന്നല്ലേ? അതെ. ആ, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ തലയിൽ നിന്ന് മാറ്റിവെക്കുക. ഋതിക മാഡത്തെ കുറിച്ചുള്ള സംസാരം കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക. അത് അവരുടെ ജീവിതം, അവര് ജീവിച്ചോളും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമോ ആദ്യ കൂട്ടേണ്ട കാര്യമോ നിങ്ങൾക്കില്ല. അല്ല, നീ ഇതെവിടെയായിരുന്നടാ? സുശീലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ആയതുകൊണ്ട് ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു ഇടിവ് സംഭവിച്ചു. അവൻ എന്നെ കാണാൻ വന്നതാ. അല്ല, അളിയൻ എന്താ പറയുന്നത്? അവനെന്ത് പറയാൻ, അവൻ ഇതിനും കൂട്ടു വെക്കുന്ന എനിക്ക് തോന്നണത്. അച്ഛനിങ്ങനെ ടെൻഷനാവല്ലേ? എന്തായാലും ദീപക്കുമായിട്ടുള്ള വിവാഹം മുടക്കാൻ അളിയന്റെ ഇവിടെ നിന്നല്ലേ. അളിയനെ ഞാൻ പറയും സമാധാനപ്പെടുത്തിക്കോളാം. നിങ്ങൾ ധൃതി വെച്ച് അളിയനോടൊന്നും പറയേണ്ടിയിരുന്നില്ല. ഇതൊക്കെ ഞാൻ സംസാരിച്ച് സോൾവ് ആക്കാന്ന് അച്ഛനോട് പറഞ്ഞല്ലേ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്റെ മകന് ഉപദേശം നൽകിയപ്പോ അവൻ നല്ലവനാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നല്ലവനാവുമെന്ന് ഓർത്തില്ല. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കു വേണു ഏട്ടാ. മോനെ, നീ ഒന്ന് രാജുവിനോട് സംസാരിക്കേ. ശരി മേ.
സാർ ഒരിക്കലും ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ പത്മാവതി മാഡത്തോടുള്ള ദേഷ്യവും വാശിയും കാണിച്ചത് ആ കുട്ടിയോടാ. ഇപ്പോ ആ കുട്ടിയോട് വർമ്മ സാറിന് സ്നേഹം തോന്നി തുടങ്ങിയപ്പോ എങ്ങനെയാ അത് പ്രകടിപ്പിക്കണ്ടേന്ന്, എന്താ ചെയ്യണ്ടേന്നും സാറിന് മനസ്സിലാവുന്നില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ. വർമ്മ സാറ് ഋതിക മേഡത്തെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ മാഡത്തിന് എന്താണ് ഇഷ്ടമെന്നോ, മാഡത്തിന്റെ മനസ്സെന്താണെന്നോ വർമ്മ സാറിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, വർമ്മ സാറിനെന്നല്ല, മാഡത്തിന്റെ മനസ്സറിയാവുന്ന എനിക്കും ഇതുവരെ മാഡത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അളിയ